اللهم صل على محمد يا رب صل عليه وسلم. അപ്പൊ പരിശുദ്ധമായ ഫാത്തിഹ സൂറത്ത്, ഈ ഫാത്തിഹ സൂറത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ, ഈ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ ಅದಕ್ಕೆ മുന്നോലു ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്ക് മുന്നൽ എന്തിനുള്ള സുന്നത്തുണ്ടോ അതാണ് വിഷയം. അപ്പൊ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് പ്രാരംഭിക്കുമ്പോൾ ആ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ശേഷം ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്കിടയിലുള്ള സുന്നത്തുകളാണ് പ്രധാനമായിട്ടുള്ള ഒരു സുന്നത്താണ് വജ്ജഹത്ത് ഓതര ചൊല്ലൽ. അപ്പൊ ഈ വജ്ജഹത്ത് ഓതൽ പ്രധാനമായിട്ടുള്ള ഒരു സുന്നത്താണ്. അപ്പൊ ഇത് മയ്യത്ത് നിസ്കാരം അല്ലാത്ത എല്ലാ ഫർദ് നിസ്കാരത്തിലും എല്ലാ സുന്നത്ത് നിസ്കാരത്തിലും ഫാത്തിഹ പിന്നെ വജ്ജഹത്ത് ഓതണം, ദുആഉൽ ഇഫ്തിതാഹ് ഓതണം. അത് സമയം നഷ്ടപ്പെടുകൊണ്ട് ഇല്ലെങ്കിലാണ്. ഇപ്പൊ വജ്ജഹത്ത് ഓതിയത് കൊണ്ട് നിസ്കാരം അടുത്ത പിന്നെ ഈ നിസ്കാരം ഖളാ സാധ്യത ഉണ്ടോ അങ്ങനെയല്ല ഇന്നെങ്കിൽ, അല്ലെങ്കിൽ ഇമാമിന്റെ റക്കാത്ത് കിട്ടില്ലാണ്ടിന്നെങ്കിൽ അപ്പല്ല, അല്ലാത്ത സമയത്തിലെല്ലാം ഈ വജ്ജഹത്ത് ഓതൽ പ്രധാനമായിട്ടുള്ള ഒരു സുന്നത്താണ്. വജ്ജഹത്ത് ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്ക് മുന്നൽ ഓതൽ സുന്നത്താണ്. ഇനി ഒരാള് കൈകെട്ടിട്ട് ഔസ് തുടങ്ങി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, അപ്പൊ പിന്നെ വജ്ജഹത്ത് ഓതേണ്ടതില്ല. ഈ ഔദ് ഓതരയ്ക്ക് മുന്നലാണ് ഈ വജ്ജഹത്ത് ഓതനായെ. അപ്പൊ ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്ക് മുന്നലുള്ള ഒരു സുന്നത്താണ് വജ്ജഹത്ത് ഓതുക ചൊല്ലൽ. പിന്നെ ഒരു സുന്നത്താണ് ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്ക് മുന്നൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ഈ ഔദ് ഓതലും സുന്നത്തുണ്ട്. അത് ഫാത്തിഹ സൂറത്തിൽ പെട്ടതല്ലല്ലേ ഈ ഔദ് ചൊല്ലത്. ഇപ്പൊ ഫാത്തിഹ സൂറത്തിൽ 7 ആയത്തുല്ലേ, ബിസ്മി മുതൽ 7 ആയത്തുല്ലേ. അപ്പൊ ഈ ഔദ് ചൊല്ലത് ഫാത്തിഹ സൂറത്തിൽ പെട്ടതല്ല. എന്നാൽ ഈ നിസ്കാരത്തിൽ ഞങ്ങൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ ഞങ്ങൾ ഔദ് ഓതലും കൂടി സുന്നത്തുണ്ട്. പിന്നൊരു വിഷയം, ഫാത്തിഹ സൂറത്ത് 7 ആയത്തുള്ള ചൊന്ത്, ഈ 7 ആയത്തിലെ അവസാനത്തിലും വഖഫാക്കിയിട്ട് നിപ്പാട്ടിട്ട് ഓതൽ സുന്നത്തുണ്ട്. അപ്പൊ ഈ 7 ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ നിപ്പാട്ടരെ, കൂട്ടി ഓതരല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നിപ്പാട്ടരെ, അപ്പുറത്തെ ആയത്ത് കൂട്ടി ഓതരല്ല. ഇങ്ങനെ ഓരോ ആയത്തും നിപ്പാട്ടിട്ട് വഖഫാക്കിയിട്ട് ഓതൽ സുന്നത്താണ്. പിന്നെ ഒരു വിഷയം, അവിടെ ലാസ്റ്റ് ആയത്തായിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, ഈ ആയത്ത് ലാസ്റ്റ് ആയത്തായിട്ട്. അപ്പൊ ഇത് ചിലപ്പോ എല്ലാവരും ഇങ്ങനെ ഒരേ ഇതിൽ ശ്വാസത്തിൽ ഓതണോണ്ടില്ല. ചില എന്താക്കിടാറ് അൻഅംത അലൈഹിം ചെന്നിട്ടുള്ളവിടെ വഖഫാക്കിടാറ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്തില്ല, വഖഫില്ല. ഇവിടെ വഖഫാക്കാതെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത്. അതൊരായത്ത് ആ ഒരായത്ത് ഫുള്ള് കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത്. പക്ഷെ അവിടെ വഖഫാക്കിടാറ്. വഖഫാക്കിയത് കൊണ്ട് വിഷയം എന്തില്ല. പക്ഷെ വഖഫാക്കിട്ടാകുമ്പോ സാധാരണ നിങ്ങൾ ഖുർആനിൽ ഒരായത്ത് വഖഫില്ലാത്ത അവിടെ എന്താക്കിയാണ് നിങ്ങൾ വഖഫാക്കിയെങ്കിൽ ഇതിൽ പിറകിലെടുത്തിട്ട് ഓതര. അങ്ങനെ ഇവിടെ പിറകിലെടുത്തിട്ട് ഓതാനൊണ്ടില്ല. അൻഅംത അലൈഹിം അവിടെ വഖഫാക്കുകയും പിന്നെ അതിലപ്പുറം ഗൈറിൽ മഗ്ദൂബി അലൈഹിം അങ്ങനെ ഓതിക്കൊണ്ട് പോവാം. മനസ്സിലായ? അപ്പൊ ഇവിടെ അൻഅംത അലൈഹിമില് എന്തില്ല, വഖഫില്ല. ഇനി പിന്നെ വഖഫാക്കാതിരിക്കലാണ് നല്ലത്. അങ്ങനെയാണ്. അപ്പൊ ഇത് ഫാത്തിഹ സൂറത്തിലുള്ള തുടക്കത്തിലുള്ള സുന്നത്ത്, ഫാത്തിഹ സൂറത്ത് ഓതരയ്ക്ക് മുന്നലുള്ള സുന്നത്തും അതുപോലെ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോഴുള്ള വിഷയം മനസ്സിലാക്കാനായ സുന്നത്തുകളെ കുറിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തിയ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം നാളെ നമുക്ക് ചർച്ചയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഇലാ ഹദ്റത്തി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الله سبحانه وتعالى
ഓതിയ ഫാത്തിഹ സൂറത്തും അതുപോലെ ചെന്ന വിഷയങ്ങളെല്ലാം അല്ലാഹു സ്വീകരിച്ചു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, ഔലിയാക്കന്മാർ, മഹാന്മാർ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ കുറുത്തം കാവലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, മക്കളിൽ എല്ലാവരിലും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഫലസ്തീനിൽ ഒബാസ് മുസ്ലിമീങ്ങളെ മേൽ ഭീകരമായിട്ടുള്ള ദൗർബല്യം ഇപ്പോൾ ഒബാസ് നടന്നുകൊണ്ടുണ്ട്. ഒരുപാട് ആൾമാരെ കൊന്നുകൊണ്ടുള്ള എല്ലാവരും പ്രയാസത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിങ്കളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അങ്ങനെ രക്ഷ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.